ഗൂഗിൾ ആപ്ലിക്കേഷൻ നമ്മളെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നൊരു ആപ്പാണ്. സോ ഇതിനകത്ത് നമുക്ക് കുറച്ച് പുതിയ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇതിനകത്ത് വീഡിയോയിൽ പരിചയപ്പെടാം. അത് ഒന്നാമതായിട്ട് വരുന്നത്, നമ്മളിപ്പോൾ നോർമലി നമുക്ക് കുറച്ച് സോങ്സ് അല്ലെങ്കിൽ സോങ്സിൻ്റെ ചിലപ്പം ഈണങ്ങൾ മാത്രമായിരിക്കും നമുക്ക് അറിയത്തുള്ളൂ. സോ ഈ ഈണം നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് ഏതാണ് ഫിലിമുള്ളത് അല്ലെങ്കിൽ ഏതാണ് ആ സോങ് എന്നുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ഫീച്ചറൊക്കെ വരുന്നിട്ടുണ്ട്. സോ ഇത് 1 by 1 ആയിട്ട് ഞാൻ വളരെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. സോ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും എനിക്ക് ഇൻക്ലൂഡ് ആകണമെന്നില്ല, ബട്ട് ഈ ഒരു പരിമിതിക്കുള്ളിൽ ഞാൻ ഇതിനകത്ത് മാക്സിമം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പുതിയ വന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണുക. താങ്ക് യു. അപ്പോൾ ഗൂഗിൾ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതാണ് ഇതിനകത്ത് കാണുക. ഈ ഹോം പേജാണ് നമുക്ക് കാണുക. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ആയിട്ട് നമുക്കിവിടെ അടിയിൽ കാണാം, സെർച്ചിൻ്റെ തൊട്ട് താഴെ തന്നെ കാണാം ഐഡൻറ്റിഫൈ സോങ്സ് കാണാം, ഷോ ഫോർ പ്രൊഡക്ട്സ് കാണാം, പിന്നെ അതുപോലെ ട്രാൻസ്ലേറ്റ് ടെക്സ്റ്റ്. ഇത് ഞാൻ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുൻ വീഡിയോയിൽ. പിന്നെ അതുപോലെ നമുക്കിവിടെ സെർച്ച് ഫോട്ടോസ് വരുന്നുണ്ട്, സോൾവ് ഹോം വർക്ക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വൺ ആയിട്ടുള്ള നമ്മൾ ഐഡൻറ്റിഫൈ സോങ്സ്. അതിപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നതാണെങ്കിൽ ഏതെങ്കിലും ഒരു ട്യൂൺ എന്തെങ്കിലും കിട്ടി, അപ്പോൾ ആ ട്യൂൺ നമുക്ക് ഏതാ സോങ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മ്യൂസിക് ഇടാം. സോ ഇത് നമ്മളിപ്പോൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇത് ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്യും. ഇതിൻ്റെ തന്നെ കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് കാണിച്ചു തരും. കണ്ടില്ലേ, ഈ രീതിയിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഏതാണ് സോങ് എന്നുള്ളത്, കംപ്ലീറ്റ് സോങ്സ് നമുക്ക്. ഇനി അടുത്തതായി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറും കൂടി നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്കിപ്പം ഈ താഴെ തന്നെ നമുക്കൊരു ഓപ്ഷൻ കാണുന്നില്ലേ, സോൾവ് ഹോം വർക്ക്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കത് ക്യാമറ ഓപ്പൺ ആവും. അപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ലെറ്റർ പാഡോ അതിൻ്റെ ഒരു നോട്ട്ബുക്സിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് റൈറ്റ് ചെയ്ത് ഒന്ന്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 23 + 78 ഞാൻ ജസ്റ്റ് ഇത് കൊടുത്തു. നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് അതിൻ്റെ അടിയിൽ റിസൾട്ട് വന്നു. സോ ഇത് നല്ലൊരു ഫീച്ചറും. ഈ ഒരു ഫീച്ചർ ശരിക്കും ഭയങ്കര നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറും കൂടിയാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാനും എല്ലാവർക്കും ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. നമ്മൾ ഫ്രീ ടൈമൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ചുമ്മാ ഒരു വയലിൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടിയും ഒരു എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റി, ചിലപ്പോൾ വയലിൻ പഠിക്കണം എന്ന് ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ആണെങ്കിലോ അല്ലെങ്കിൽ പാരൻസ് ആണെങ്കിലോ നമുക്ക് കുറച്ചും കൂടി അത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതിനകത്ത് ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും വയൽ ആറ്റ് ദ വേർഡ് എന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് പ്ലേ ഓപ്ഷൻ ഉണ്ട്, പ്ലേ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി വേറെ സ്ക്രീനിലേക്ക് പോയി അവിടെ ലോഡിംഗ് ബട്ടൺ നമുക്ക് വരുന്നുണ്ട്. സോ ഇതിനകത്ത് നമുക്ക് അത് പ്ലേ ഓപ്ഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൂടിയാണ്. ഈ ആപ്ലിക്കേഷനകത്ത് നമുക്ക് പറഞ്ഞാൽ നമുക്കിപ്പോൾ എനിക്ക് വയലിന് അറിയത്തില്ല, എനിക്ക് വയലിൻ്റെ നോളജും ഇല്ല, ബട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രീ ടൈം പാസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണത്. സോ ഇതിനകത്ത് നമ്മൾ ഡ്രാഗ് ചെയ്താൽ മതി. ഈ രീതിയിൽ നമുക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നോർമൽ വയലിൻ്റെ ഇതാണ്. ഇത് കുറച്ചും കൂടി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പം നമുക്ക് അറിയാത്തൊരു നോളജ് ആണെങ്കിൽ പോലും നമുക്കിത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ താഴെ നമുക്ക് കാണാൻ പറ്റും റെഡ് ഐക്കൺ ഉണ്ട്. ഐക്കൺ വെച്ച് നമുക്കത് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ എന്തായാലും എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.